hello. Welcome you all to Vipras Vidya. A warm good afternoon to everybody. Myself Kavya. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് കോയിഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് സ്ക്വയർ ആൻഡ് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയറിനെ കുറിച്ചാണ്. സോ ഹാവ് എ ലുക്ക്. കോയിഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഗുഡ്നെസ് ഓഫ് ഇറ്റ് ആണ് മെഷർ ചെയ്യുന്നത്. കോയിഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ അതോ ഇതാണ് മെഷർ ചെയ്യുന്നത്. ഗുഡ്നെസ് ഓഫ് ഇറ്റ്. എന്താ ഗുഡ്നെസ് ഓഫ് ഇറ്റ്? നോക്കാം എന്താണെന്ന്. ഓക്കെ, അതായത് ഇറ്റ് ടെൽസ് വാട്ട് പ്രപ്പോർഷൻ ഓഫ് ദ വേരിയേഷൻസ് ഇൻ ദ ഡിപെൻഡന്റ് വേരിയബിൾ ഓർ എന്താണ് ഡിപെൻഡന്റ് വേരിയബിൾ ഓർ regressant is explained by the explanatory variable or regressor. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എക്കണോമെട്രിക്സിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ടേംസ് ഒക്കെ തന്നിട്ട് അതിനെപ്പറ്റി പറയാനാണെങ്കിൽ നമുക്ക് കൊല്ലം വേണ്ടി വരും. അത്രയും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപെൻഡന്റ് വാട്ട് പ്രപ്പോർഷൻ ഓഫ് ദ വേരിയേഷൻസ് ഇൻ ഡിപെൻഡന്റ് വേരിയബിൾ ഓർ റിഗ്രസന്റ് ദാറ്റ്സ് എക്സ്പ്ലെയിൻഡ് ബൈ ദ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഓർ റിഗ്രസർ. അപ്പൊ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. എന്താണെന്ന് നോക്കാം. അപ്പൊ എന്തൊക്കെയാ നമുക്കിവിടെ നോക്കാനുള്ളത്? എന്തൊക്കെയായിരുന്നു ഇപ്പൊ പറഞ്ഞത്? റിഗ്രസന്റ് എന്താന്ന് നോക്കണം. ശരി, പിന്നെ നമുക്ക് നോക്കേണ്ടത് എന്താ? റിഗ്രസർ എന്താന്ന് നോക്കണം. പിന്നെ നമുക്ക് നോക്കേണ്ടത് എന്താ? നമുക്ക് ബേസിക്കലി 3 കാര്യങ്ങൾ നോക്കണം. റിഗ്രസന്റ് എന്താണെന്ന് നോക്കണം, റിഗ്രസർ എന്താണെന്ന് നോക്കണം, ഓൺ ദ സെയിം ഹാൻഡ് എക്സ്പ്ലനേറ്ററി എന്താണെന്ന് നോക്കണം. പറഞ്ഞോളൂ. റിഗ്രസന്റ് എന്തുവാ? ഡിപെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ? മറുപേര്. ഇത് ഞാൻ ചോദിക്കാൻ കാരണം ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. റിഗ്രസന്റ് എന്ന് പറയുന്നത് ഡിപെൻഡന്റ് പേരാണോ ഇൻഡിപെൻഡന്റ് ആണോ? എല്ലാവർക്കും കാണാമോ കേൾക്കാമോ? റിഗ്രസന്റ് പറയുന്നത് ഡിപെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ? എങ്ങനെ നമുക്കിത് ഓർത്ത് വയ്ക്കാം എന്നതാണ് ടാസ്ക്. ഇവിടെ ഒരു ഡി കണ്ടോ? ഈ ഡി കണ്ടോ? ഇതിനെ ഡിപെൻഡന്റ് എന്ന് ഓർക്കുക. അതായത് റിഗ്രസന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. പഠിച്ചോ? നീ മറക്കുവോ ജീവിതത്തില്? മറക്കൂല. ഓക്കെ, ആരെങ്കിലും മറക്കുവോ? ഇല്ല. ഈ ഡി വെച്ച് പിടിച്ചാൽ മതി. ഈ ഡി വെച്ച് പിടിച്ചാൽ നിങ്ങൾ കുറച്ച് ട്രിക്കുകൾ പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ വർക്ക് ചെയ്യുള്ളൂ, അല്ലാതെ ഒന്നും വർക്ക് ആവില്ല നമ്മൾ എക്കണോമെട്രിക്സില്. അടുത്തത് റിഗ്രസർ. അതെന്താ? റിഗ്രസന്റ് എന്ന് പറയുന്നത് ഡിപെൻഡന്റ് ആണ്. റിഗ്രസർ എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ്. ഇതിൽ പിന്നെ ഡൗട്ട് ഒന്നുമില്ല. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. പണ്ട് പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുന്ന കേട്ടിട്ടില്ലേ? അസംഷൻ പഠിച്ചാൽ മതി. അസംഷൻ തന്നെ തിരിച്ചിട്ട് അതിന്റെ ഇതൊന്നും സാധ്യമാവില്ല പറഞ്ഞാൽ ലിമിറ്റേഷൻ ആയി, ക്രിറ്റിസിസ് ആയി പറയുന്നത് പഠിക്കുന്നില്ലേ നമ്മൾ? അതുപോലെ തന്നെ. ഓക്കെ, എക്സ്പ്ലനേറ്ററി വേരിയബിൾ. അതെന്താ എക്സ്പ്ലനേറ്ററി? ഡിപെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയാം കേട്ടോ. കുറച്ച് പേര് ഡിപെൻഡന്റ് ആണോ, കുറച്ച് പേര് ഇൻഡിപെൻഡന്റ് ആണോ? ഉറപ്പാണോ? ഓക്കെ, അതെ, അത് എന്താണ്? ഇൻഡിപെൻഡന്റ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, ഒരു കാര്യത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും എന്തുപയോഗിച്ചിട്ടായിരിക്കും? എന്തുപയോഗിച്ചിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക? ഡിപെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. നമ്മള് പ്രൈസിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഡിമാൻഡിൽ ചേഞ്ച് വരുന്നത് എന്ന് പറഞ്ഞാൽ, പ്രൈസിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ പ്രൈസ് അല്ലേ ഡിമാൻഡിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്? അതായത് പ്രൈസ് അല്ലേ എക്സ്പ്ലനേറ്ററി വേരിയബിള്? ആണോ അല്ലേ? അതെ. അപ്പൊ എന്താണ്? നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ. പേര് കിട്ടിയോ? ഈ പേര് മറക്കുവോ? റിഗ്രസന്റ് എന്താ? റിഗ്രസന്റിന്റെ വേറെ പേരെന്താ? ഡിപെൻഡന്റ് വേരിയബിൾ. റിഗ്രസറിന്റെ വേറെ പേര് ഇൻഡിപെൻഡന്റ് വേരിയബിൾ.
വേരിയബിൾ. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ എവരിവൺ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആർ സ്ക്വയറിന്റെ വാല്യൂ ആണ്. അത് ഞാൻ ആക്ച്വലി ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. r⁻2 എന്നാണ് കേട്ടോ ശരിക്ക്. അത് മേലെ എഴുതുന്നതാണ്. ഇതിൽ അറിയാലോ, ഇതിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് r⁻2 ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. ഇത് എന്താണ്? നമ്മൾ ക്ലോസർ ടു 1 ആണെങ്കിൽ എന്തായിരിക്കും? ബെറ്റർ ദ ഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മളുടെ ഡിപെൻഡന്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ വരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ r⁻2 എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. 0 ആണെങ്കിൽ നമുക്ക് എന്ത് സാധിക്കില്ല? നമ്മളുടെ ഡിപെൻഡന്റ് വേരിയബിൾ, നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് നമ്മളുടെ ഡിപെൻഡന്റ് വേരിയബിളിന്റെ അത്രത്തോളം എന്ത് ചെയ്യാനായി സാധിക്കില്ല? എക്സ്പ്ലെയിൻ ചെയ്യാനായി സാധിക്കില്ല. അതായത് പരസ്പരം എന്തുണ്ടാവില്ല? ഒരു ബന്ധം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പം അഗ്രികൾച്ചറും ഞാൻ ഇൻഡസ്ട്രിയും പറഞ്ഞില്ലേ, അതുപോലെ എന്താണ്? ഒരു ബന്ധം ഉണ്ടാവില്ല. ഇതാണ് നിങ്ങളുടെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ഫോർ എവരിവൺ? ഓക്കെ, ഓക്കെ ഫോർ എവരിവൺ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്തായിരുന്നു? ഡിഫറെന്റ് വേരിയബിൾസ്. മറിച്ചു പേജ് മറിച്ചു കേട്ടോ, ഞാൻ അവിടെ കേട്ടു ശബ്ദം. ഓക്കെ, എന്തായിരുന്നു? സെയിം ടൈം ഓഫ് പോയിന്റ്. കേട്ടില്ല. ക്രോസ് സെക്ഷൻ അല്ലേ ചോദിച്ചേ? പറഞ്ഞോളൂ. ഡിഫറെന്റ് വേരിയബിൾസ് സെയിം ടൈമിൽ. മൈക്രോ പാനലിന്റെ വേറെ പേര്? നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത്. എല്ലാരും ക്ഷീണിച്ചോ? എക്കണോമെട്രിക്സ് പഠിച്ച് ക്ഷീണിച്ചോ? ഇല്ല. സോ നെക്സ്റ്റ് ഈസ് r സ്ക്വയർ. ഇത് r2 മേലെയാണ് കേട്ടോ. r സ്ക്വയർ ആൻഡ് അഡ്ജസ്റ്റഡ് r സ്ക്വയർ. r സ്ക്വയർ ആൻഡ് അഡ്ജസ്റ്റഡ് r സ്ക്വയർ. നമുക്കിവിടെ രണ്ട് വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. r സ്ക്വയർ അഡ്ജസ്റ്റഡ് r സ്ക്വയർ എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് രണ്ട് വേരിയബിൾസ്. ഏതൊക്കെയാണ് നമ്മളെ രണ്ട് വേരിയബിൾസ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇൻപുട്ട് വേരിയബിൾ എന്ന് പറയാം. ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ നമുക്ക് ഇൻപുട്ട് വേരിയബിൾ എന്ന് പറയാം. ഡിപെൻഡന്റ് വേരിയബിളിനെ നമുക്ക് ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് പറയാം. ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ നമുക്ക് ഇൻപുട്ട് വേരിയബിൾ എന്ന് പറയാം. ഡിപെൻഡന്റ് വേരിയബിൾസിനെ നമുക്ക് ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് പറയാം. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത്, അതായത് നമ്മളുടെ ഔട്ട്പുട്ട്, നമ്മളുടെ ഇൻപുട്ട് വേരിയബിളില് ഇപ്പൊ 0.8 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് എഴുതി കണ്ടിട്ടുണ്ടോ? കാണുന്നുണ്ടോ അവിടെ? അല്ലെ ഞാനൊരു പുതിയ പേജ് എടുത്തിട്ട്. അത് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? ഏതൊക്കെ വേരിയബിൾസാ വരുന്നത് മക്കളെ? വി ഹാവ് അതൊക്കെ നമ്മളിവിടെ ഡിപെൻഡന്റിനെ വിളിക്കുന്ന പേര് ഔട്ട്പുട്ട് വേരിയബിൾ. വെരി ഗുഡ്, ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് വിളിക്കും. മറ്റവിടെ എന്താ വിളിക്കുന്ന പേര്? ഇൻപുട്ട് വേരിയബിൾ. ഇൻപുട്ട് വേരിയബിൾ. അതായത് ഓർത്ത് വെക്കുക, this will be your independent variable and this will be your dependent variable. I hope this is clear for everyone. Okay? അപ്പോൾ നമ്മളുടെ ഇൻപുട്ട് വേരിയബിളിൽ വരുന്ന എത്ര ശതമാനം ചേഞ്ച് നമ്മളുടെ ഔട്ട്പുട്ട് വേരിയബിളിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി നമുക്കിവിടെ R2-ല് റെപ്രസെന്റ് ചെയ്ത് തരുന്നത്. എന്തിൽ റെപ്രസെന്റ് ചെയ്ത് തരുന്നത്? നമ്മുടെ R2-ല് റെപ്രസെന്റ് ചെയ്ത് തരുന്നത്, അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്തിട്ട് തരുന്നത്. കോയിഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എക്സ്പ്ലെയിൻസ് in how much percentage the input variable is able to affect the output variable. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമ്മൾ മൈക്രോയിൽ പഠിച്ചിട്ടുണ്ട്. മൈക്രോ പഠിച്ചിട്ടുണ്ടോ? മൈക്രോ എക്കണോമിക്സ് പഠിച്ചു കാണണം. മൈക്രോ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? അതെ, പഠിച്ചിട്ടുണ്ട്. ഓക്കെ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മള് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ? ഈ എക്കണോമെട്രിക്സ് എന്ന് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നത് ഓഫ്
ഇതൊരു സ്പെഷ്യൽ സംഭവമാണ്, ബുജികൾക്ക് മാത്രമുള്ള ഒരു സംഭവം, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് എന്ന് വിചാരിച്ചിരിക്കില്ലേ. നമ്മളെ മൈക്രോ എക്കണോമിക്സ് ആയിട്ടും മാക്രോ എക്കണോമിക്സ് ആയിട്ടും ഗ്രോത്ത് ആയിട്ടും ഇന്ത്യൻ എക്കോണമി ആയിട്ടും ഒക്കെ വളരെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇനി അങ്ങനെ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പോരട്ടെ, എന്താണ് ഇത്? ഏതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഔട്ട്പുട്ട് ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏതെങ്കിലും തിയറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഒരു ക്ലൂ തരാം. ഇറ്റ് ഇസ് ലോങ് റൺ തിയറി. ഓക്കെ, ദാറ്റ്സ് എ ടാസ്ക് ഫോർ ടുമോറോ. നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ, ഏതാണ് ആ ലോങ് റൺ തിയറി ഇൻപുട്ടും ഔട്ട്പുട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. കണ്ടുപിടിക്കുവോ? ആരും പ്രോമിസ് ചെയ്യുന്നില്ല കണ്ടുപിടിക്കാന്ന്. കണ്ടുപിടിക്കോ? നമ്മള് വളരെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻസ് ആവേണ്ടതാണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പറയുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ഇൻവെസ്റ്റിഗേറ്ററി മൈൻഡ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ യു ഷുഡ് ഫൈൻഡ് ദിസ് ആൻസർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ഇൻപുട്ട് വേരിയബിളിൽ വരുന്ന എന്താണ്, എത്രത്തോളം, അതായത് ഇൻപുട്ട് വേരിയബിളിൽ വരുന്ന എത്രത്തോളം ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മളുടെ ഔട്ട്പുട്ട് വേരിയബിളിൽ കോസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, R2 എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് പറയുന്നത്. ഇനി വരുന്നത് അഡ്ജസ്റ്റഡ് R2. എന്താ അഡ്ജസ്റ്റഡ് R2? വാട്ട് ഇസ് അഡ്ജസ്റ്റഡ് R2? നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് കണ്ടില്ലേ, ഈ റിസർച്ച് ഡേറ്റസ് ഒക്കെ വരുമ്പോ അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. അഡ്ജസ്റ്റ് ചെയ്യാന്ന് റിയൽ ലൈഫിൽ കേട്ടിട്ടുണ്ടോ? മാത്സിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ശരിയായി വന്നില്ല, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ നിങ്ങൾ? ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു വര ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, നമ്മൾ അതിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സ്ട്രേറ്റ് ലൈൻ ആക്കാനൊക്കെ ശ്രമിക്കാറുണ്ടോ നിങ്ങൾ? അത് നമ്മൾ എക്കണോമെട്രിക്സില് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് എന്ത് ചെയ്യുക, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, നമുക്ക് ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് കറക്റ്റ് ആവുന്നില്ല, നമുക്ക് ഡിപെൻഡന്റ് വേരിയബിളിന്റെ ആ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിൽ കുറച്ച് രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ കുറച്ച് രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മളുടെ മോഡലിന് ഒരു പെർഫെക്റ്റ് ഫോമിലേക്ക് ആക്കി കൊണ്ടുവരുവാൻ നമുക്ക് ശ്രമിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ജസ്റ്റഡ് R2. We are just fabricating or we are adding more variables to the independent variable. കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യം ഡിപെൻഡന്റ് വേരിയബിളിന്റെ നേച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആഡ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് വി കോൾ ഇറ്റ് ആസ് അഡ്ജസ്റ്റഡ് R2. എന്താ? കേട്ടില്ല. ആർക്കെങ്കിലും മനസ്സിലാവുണ്ടോ? എനിക്ക് മനസ്സിലാവുണ്ടോ? ചാറ്റിൽ ഇട്ടിട്ടുണ്ടോ? ഡൗട്ട് ആണോ മോളെ? ഡൗട്ട് ആണോ? എനിക്ക് കേട്ടില്ല. ആരെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടോ? ഒന്ന് പറയാമോ? എനിക്ക് കേൾക്കുന്നില്ല. മാം, ഈ R1 ഇപ്പൊ R2 എന്താ പറയാ, R2 അഡ്ജസ്റ്റ് ആണെങ്കിൽ R1 പറയുന്നത് റിഗ്രഷനാണ് സൂചിപ്പിക്കുന്നത്. അതുണ്ട്. അത് നമ്മൾ മറ്റേ ഓട്ടോന്റെ പറഞ്ഞിട്ട് പറയുമ്പോഴാണ് കുറച്ചുകൂടെ കറക്റ്റ് ആവുക. ഓട്ടോയിലേക്ക് വരണം. ഓട്ടോ റിഗ്രഷൻ അല്ലേ ചോദിച്ചത്? ഓട്ടോ റിഗ്രഷൻ അല്ലേ മോളെ ചോദിച്ചത്? കേൾക്കുന്നില്ല കേട്ടോ. ആക്ച്വലി എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ആർക്കെങ്കിലും കേൾക്കണ്ടേ? ഒന്ന് പറയൂ മാം. ഈ അഡ്ജസ്റ്റഡ് R2 എന്ന് പറഞ്ഞതിൽ R റിഗ്രഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. അതെ. ലീനിയർ റിഗ്രഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ മക്കളെ?